ഭാരതത്തിന്റെ തത്വചിന്ത പറയുന്ന മോക്ഷം എന്ന് പറഞ്ഞാല് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കിട്ടുന്നതോ മരിക്കുമ്പോൾ കിട്ടുന്നതോ മരണശേഷം കിട്ടുന്നതോ ആയിട്ടുള്ള ഒന്നല്ല മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നേടുന്നതാണ് മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നേടുന്ന മോക്ഷം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിച്ചിരിക്കുമ്പോഴാണ് മോക്ഷം നേടുക. ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും മോക്ഷം? പരമസത്യമായിരിക്കുന്ന അറിവിനാൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് മോക്ഷം. എന്തിൽ നിന്നാണ് മോക്ഷം? അജ്ഞതയിൽ നിന്നാണ് മോക്ഷം. അതിന് മതങ്ങളോ മതഗ്രന്ഥങ്ങളോ ആയിട്ടൊന്നും ബന്ധമില്ല. പരമസത്യമായിരിക്കുന്ന ഏത് ടെസ്റ്റ് വായിച്ചാലും അതിൽ നിന്ന് നമുക്ക് മോക്ഷം സാധ്യമാണ്. നമ്മളുടെ അജ്ഞതയെ നീക്കുന്ന, നമ്മളുടെ സംശയങ്ങളെ നീക്കുന്ന ഏത് കേട്ടാലും ഏത് കണ്ടാലും ഏത് അനുഭവിച്ചാലും അതെല്ലാം എന്താണ്? മോക്ഷപ്രാപ്തിയാണ്. അജ്ഞതയിൽ നിന്നുള്ള മോക്ഷമാണ്. കേൾക്കുന്നതും കാണുന്നതും മാത്രമല്ല, നമ്മൾ അനുഭവിച്ചറിയുന്ന നമ്മളുടെ എക്സ്പീരിയൻസ് അതെല്ലാം മോക്ഷത്തിന് കാരണമാകും. ആ അറിവുകൾ നമ്മളെ അജ്ഞതയിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ മോക്ഷമാണോ നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ മോക്ഷത്തിലേക്കാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നാണ്. പിന്നെ എങ്ങോട്ടാണ്? ക്ഷാമത്തിലേക്കാണ്. അറിവിന് ക്ഷാമം നേരിടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അറിവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ മോക്ഷം കിട്ടുമോ? ഇല്ല. ക്ഷാമം നേരിടും അറിവിന്. അറിവിൻ്റെ ക്ഷാമം മാറണമെങ്കിൽ ക്ഷേമം എന്താണ്? ക്ഷേമ്യൻ ആരാണെന്നറിയണം. ക്ഷേമ്യമായിരിക്കുന്ന ഇടങ്ങളെ സൃഷ്ടിക്കുന്നത് ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ചും അറിയണം. പരമശിവനെ അറിയണം. പരമശിവന്റെ വാമഭാഗമായിരിക്കുന്ന പരമസത്യത്തെയും അറിയണം. ആ പരമസത്യം നമ്മളായി മാറണം. അപ്പോൾ മാത്രമാണ് നമുക്ക് അജ്ഞാനത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടാകുകയുള്ളൂ, മോക്ഷം ഉണ്ടാകുകയുള്ളൂ.